ഡോണ്ട് റിപ്പീറ്റ് ദിസ്. നിൽക്കാതെ. നമസ്കാരം. ഇന്ന് വൈകിട്ട് 5:30 മണിക്ക് നഗരത്തിലെ വലിയൊരു റെസ്റ്റോറന്റിൽ വെച്ച് സിറ്റി പോലീസ് കമ്മീഷണർ മിസ്റ്റർ സാമുവൽ ജോർജ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊല ചെയ്യപ്പെട്ട ഉദയവർമ്മയുടെ കേസന്വേഷണത്തിനിടയിലാണ് കമ്മീഷണർ സാമുവലിന് ഈ അത്യാഹിതം സംഭവിച്ചത്. അതുകൊണ്ട് 2 മരണത്തിന്റെയും പിന്നിലെ കൈകൾ ഒരാളുടെ തന്നെയാണെന്ന് പോലീസ് സംശയിക്കുന്നു. അക്രമി എത്രയും വേഗം വലയിൽ വീഴ്ത്താൻ തങ്ങളാലാവുന്നതെല്ലാം ചെയ്യുമെന്ന് പോലീസിന്റെ ഒരു വക്താവ് ദൂരദർശനോട് പറഞ്ഞു. വെള്ളം വേണം. ഒരു പാക്കറ്റ് വിൽസ്. താനേതാ? ഇവിടെ അടുത്തുള്ളതാ. എവനെ അറിയോ? ഒതുക്കി പോടേ. ലൈസൻസ് ഉണ്ടോ? ഉണ്ട് സർ. ഉണ്ടെങ്കിൽ എന്റെ ഭർത്താവ് മരിച്ചിട്ട് 5 വർഷം കഴിഞ്ഞു. നിങ്ങൾക്ക് ഫ്ലാറ്റ് മാറിപ്പോയെന്നാണ് തോന്നുന്നത്. ആരാണ് ഈ ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്? താൻ ഇന്നലെ ഇവിടെ തന്നെയാണോ വന്നത്? അതെ സാർ, എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ,
ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മിന്നൽ ബാബുവിനോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതും കൊടുക്കാത്ത ക്രൂരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. എവിടെവൻ? ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്. ഒരാൾക്ക് 3 പേര്. അത് തന്നെ ഒരു കള്ളലക്ഷണമാണ്. സാർ, 3 വർഷമായി ഞാൻ ഇവിടെ തനിച്ചാണ് താമസിക്കുന്നത്. നിങ്ങൾ പറയുന്ന പേരിലുള്ള ഒരാളിനെ പറ്റി ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഈ മനുഷ്യന്റെ തലയ്ക്ക് വട്ടാണ്. തോന്നിയ പറഞ്ഞോണ്ടല്ലോ, ആ കട്ടിലിരിക്കായിരുന്നവൻ തിയേറ്ററിലെ മൂത്രപ്പരെന്ന് എന്നെ ഇടിച്ചൊരു പരിവാക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനും ശ്രീദേവിയും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് അയാൾ ചോദിച്ചു. എനിക്കൊന്നും അറിഞ്ഞോളാന്ന് പറഞ്ഞപ്പോ ഞാൻ തെളിവരാം. ഈ കാടുന്ന അലമാര തുറന്ന് ഒരു കുപ്പി മദ്യം എടുത്ത് വായിക്കാത്ത വെച്ചു. അയ്യോ, ഇതിനകത്തിരുന്ന മദ്യക്കുപ്പികളോടെ നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയി. അല്ല ഇതിന്ന് ഒരു കുപ്പി മദ്യം സോഡ പോലും ചേർക്കാതെ എന്റെ വായിക്കാത്ത വെച്ചു. സാർ, ഞാൻ മദ്യം കൈകൊണ്ട് തൊട്ടിട്ട് പോലുമില്ല. ഈ ഭ്രാന്തിനെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? എന്തൊരു സ്മെൽ! എവിടെങ്കിലും പോയി കുടിച്ച് പൂസായി കിടന്ന് സ്വപ്നം കണ്ടിട്ട് വന്ന് ഈ മിന്നൽ ബാബുന്റെ സമയം എനിക്കെടുത്തുണ്ടല്ലോ. നിനക്കെന്റെ സ്വഭാവം അറിഞ്ഞുകൂടാ. കമ്മീഷണറുടെ ഉദയവർമ്മയുടെയും കൊലപാതകം കണ്ടുപിടിക്കേണ്ട ചുമതല ഡിപ്പാർട്ട്മെന്റ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടയ്ക്ക് ഇത്തരം തൊക്കടാ കേസുകളുമായി എന്റെ അടുത്ത് വന്ന് ഇടിച്ചതിന്റെ മോണ്ടയുടെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. Don't repeat this, Sophie. You're playing with me. Excuse me, one Miss Lakshmi is staying here. From which place, sir? That I don't know. No. Sridevi? No. Okay, thank you. Welcome. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പാടില്ല, ആർക്കൊരു സഹായം ചെയ്യാനും പാടില്ലെന്ന് ഇന്നലത്തെ സംഭവത്തോടെ ഞാൻ പഠിച്ചു. നിങ്ങളാരാ? എനിക്ക് നിങ്ങളെ അറിയില്ല. ഒന്ന് മിണ്ടാതെ പോകണം. നിങ്ങൾ കാരണം എനിക്ക് കിട്ടിയ തല്ലിന് കിട്ടിക്കാൻ കണക്കില്ല. ഇവിടെ ലക്ഷ്മി എന്ന പേരിൽ ആരും രൂപെടുത്തില്ല. നിങ്ങൾ എന്നോട് നുണ പറഞ്ഞല്ലേ? എനിക്കൊന്നും നിങ്ങളോട് വിശദീകരിക്കാനില്ല. ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഉപദ്രവിക്കാവുന്ന പോവോ? ശരി. ഇതെന്റെ ജീവൻ കൊണ്ടുള്ള കളിയാ. ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നടുക്കടലിൽ എറിഞ്ഞിട്ട് രക്ഷപ്പെടാൻ നിന്നെ സമ്മതിക്കില്ല. നീ ഞാനുമായി എന്തോ ബന്ധമുണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെ തല്ലിയതും കൊല്ലാൻ നോക്കിയതൊക്കെ. പിന്നെ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ഒരുവിധം ഞാൻ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു. നിങ്ങളോട് പോകാനാണ് പറഞ്ഞത്. മനസ്സില്ല. ഇനി അവരെന്നെ കൊല്ലാൻ വന്നാൽ ഞാൻ നിന്നെ പിടിച്ച് അവരുടെ മുമ്പിലിട്ട് കൊടുക്കും. ഞാൻ ഒരു ആപ്പയൊന്നുമില്ല. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സിലെ ഒരു ഉദ്യോഗസ്ഥനെ. പിന്നെ അവരെന്നോട് ചോദിച്ചു ആ കവറിന്റെ പുറത്തെ മേൽലാസം എന്താന്ന്. അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോ കനത്ത് 2 പേടി അതിനും കിട്ടി. പറ, ആ മേൽലാസം എന്തായിരുന്നു? മര്യാദയ്ക്ക് പറയുന്നതല്ലേ? എനിക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല. ലീവ് മീ. ഗെറ്റ് ലോസ്റ്റ് ഐ സേ. അല്ല, അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഹലോ, ബുക്ക് കോൾ ടു നന്ദപുരം 612. TP തോമസ് മാത്യു. അർജന്റ്. മര്യാദയ്ക്ക് അഡ്രസ് എനിക്ക് പറഞ്ഞു തരുമല്ലേ? അതറിയാൻ ഞാൻ അവിടുന്ന് പോകില്ല. ഞാൻ അവിടെ കെട്ടി തൂങ്ങിച്ചാവും. എന്റെ ആത്മഹത്യയുടെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും. എന്തൊരു കഷ്ടം ദൈവമേ! എല്ലാരും കൂടെ എടുത്തിട്ട് പെരുമാറാൻ ഞാൻ പബ്ലിക് പ്രോപ്പർട്ടിയോ? ആ പറഞ്ഞേ. കൊന്നു. You bastard! No! You
അവനാണ് കൊലയാളി, അവനാണ് കൊലയാളി. നിൽക്കണം അവിടെ. വായി നോക്കി ആക്ച്വൽ കൽപ്പറ്റിന്റെ പോയി പിടിക്കണോ? ഓക്കെ സാർ. അങ്ങോട്ടാ ഓടിയത്.